ഇസ്രായേലിന് പുതിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ലെബനോൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ തുറമുഖ നഗരത്തെ ചാരമാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ള തൊടുത്തുവിട്ട മിസൈലുകൾ. ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ലെബനോൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ള തുറമുഖ നഗരമായ ഹൈഫയിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി മിസൈലുകൾ തൊടുക്കുകയായിരുന്നു. നഗരത്തിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഹൈഫയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു ഇസ്രായേൽ നഗരമായ സഫേദിനെ കാർപ്പറ്റ് ബോംബിങ്ങിലൂടെ മണിക്കൂറുകൾക്ക് മുമ്പ് ഹിസ്ബുള്ള ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനിക മരിക്കുകയും ഒരു ഡസനോളം ഇസ്രായേൽ പൗരന്മാർക്ക് മാരകമായി പരിക്കേൽക്കുകയും മണിക്കൂറുകളോളം നഗരത്തിലൊരിടത്ത് തീ പടർന്നു പിടിക്കുകയും ചെയ്തിരുന്നു. തന്ത്രപ്രധാനമായ സഫേദ് നഗരം തകർക്കുക വഴി ഇസ്രായേലിനെ പിന്നോട്ടടിക്കുവാനാണ് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിന്റെ വടക്കൻ മിലിറ്ററി കമാൻഡ് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് സഫേദ്. സഫേദ് ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുള്ളയുടെ അധീനതയിലുള്ള ലെബനോൻ നഗരത്തിൽ ഷെല്ലാക്രമണത്തിലൂടെ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചിരുന്നു. ലെബനോനിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് വ്യാപകമായ പ്രത്യാക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 4 പൗരന്മാർ കൊല്ലപ്പെട്ടതായി ലെബനോൻ അധികൃതർ അറിയിച്ചു. ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ലെബനോനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും 2 യുദ്ധമുഖങ്ങളിൽ നേരിടുകയാണ് ഇസ്രായേൽ. ഹമാസുമായുള്ള യുദ്ധം രൂക്ഷമായതോടുകൂടി ലെബനോനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഇസ്രായേലും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹമാസുമായുള്ള യുദ്ധത്തിലാണ്. പലസ്തീനിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിച്ചാലേ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് ഹിസ്ബുള്ള തലവൻ സയ്യദ് ഹസൻ നസ്രുള്ള അറിയിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ഇസ്രായേലികളാണ് ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നത്. ശേഷിക്കുന്ന ഇസ്രായേലികളെയും ഇവിടെ നിന്ന് തുരത്തുമെന്നാണ് ഹിസ്ബുള്ള തലവൻ ആക്രമണത്തെ തുടർന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാൻ പിന്തുണയോടുകൂടി ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുള്ളയുടെ ആയുധശേഷി അതിമാരകമാണ്. ഇറാനിൽ നിന്നും സിറിയ വഴി ലെബനോനിലേക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങൾ എത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ മിസൈൽ ഡിഫൻസ് പ്രോജക്ട് 2018 പുറത്തുവിട്ട കണക്കനുസരിച്ച് 1,30,000-ഓളം മിസൈലുകളും ബോംബുകളുമാണ് ഹിസ്ബുള്ളയുടെ പക്കലുള്ളത്. പുതിയ ആയുധങ്ങളും ഇറാൻ സപ്ലൈ ചെയ്തതോടെ ഹിസ്ബുള്ളയുടെ ആയുധശേഷിയും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ ആയുധങ്ങൾ ഇതുവരെ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള പ്രയോഗിച്ചിട്ടില്ല. നിർണായക യുദ്ധ നീക്കങ്ങൾക്കായി അവ മാറ്റിവച്ചിരിക്കുകയാണെന്നാണ് ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ വിശദീകരണം. ഹിസ്ബുള്ള എന്ന അറബ് വാക്കിനർത്ഥം ദൈവത്തിന്റെ പാർട്ടി എന്നാണ്. ലെബനോനിലെ ഷിയ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയും സായുധ സംഘടനയുമായ ഹിസ്ബുള്ളയെ ഇസ്രായേലും അമേരിക്കയും UK-യും അടക്കമുള്ള രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1982 ലെബനോനിൽ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ സാന്നിധ്യമുണ്ടായിരുന്ന മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തെ തുടർന്നാണ് ഹിസ്ബുള്ള രൂപം കൊള്ളുന്നത്. 2005 മുതൽ ലെബനോൻ പാർലമെന്റിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട്. 2018 കൂട്ടുകക്ഷികൾക്കൊപ്പം 71 സീറ്റാണ് ഇവർ പാർലമെന്റിൽ നേടിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിദേശ എംബസികളെ ആക്രമിച്ചിട്ടുള്ള ഇവർ ബ്യൂനസ് അയേഴ്സിലെ ജൂത കമ്മ്യൂണിറ്റി സെന്റർ ആക്രമണത്തിലൂടെ 85 പേരെയാണ് കൊന്നൊടുക്കിയത്. മുൻ ലെബനോൻ പ്രധാനമന്ത്രി റഫീഖ് ഹരീരിയെ കാർ ബോംബിലൂടെ കൊലപ്പെടുത്തിയതും ഹിസ്ബുള്ളയാണെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഒരാക്രമണത്തിന്റെയും ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടില്ല. 2000-ൽ ഇസ്രായേൽ സൈന്യം ലെബനോനിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും വടക്കൻ ഇസ്രായേലിൽ ഇടവിട്ടുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം ഇന്നും തുടരുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരിക ലെബനോൻ ആയിരിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.